ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എക്സ് ലവറിനെ, അതായത് നമ്മൾ മുന്നേ പ്രണയിച്ച ആളിനെ നമ്മുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ളത് പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. ചിലരെന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടുപേരിൽ ഒരാൾ ഭയങ്കര ആത്മാർത്ഥമായിരിക്കും എന്നുള്ളതാണ്. മറ്റാൾ ചിലപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ടോ അല്ലെങ്കിൽ ചുമ്മാ നോക്കുന്നതൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിട്ടുപോകുന്നത് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഈ ആത്മാർത്ഥമായി സ്നേഹിച്ച ആൾക്ക് ആ റിലേഷൻഷിപ്പ് പിരിഞ്ഞതിന് ശേഷവും ഇയാൾ തന്നെ വേണം അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് തന്നെ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത് കാണുന്ന ആളുകളിൽ കുറച്ച് പേരെങ്കിലും അങ്ങനെയുള്ളവരുണ്ട്. അതായത് എൻ്റെ എക്സ് ലവറിനെ എൻ്റെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചേസിങ് മെന്റാലിറ്റി എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാ ആളുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരാളെയും കുറ്റം പറയുന്നതല്ല, സ്വാഭാവികമായിട്ടും മനുഷ്യ മനസ്സുകളിൽ തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മനസ്സിൽ ഇയാൾ വേണം, ഇയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. അതായത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവർ നമ്മുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവർ തന്നെ വേണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അവരുടെ പുറകെ പോകുന്നത് പോലെയാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. സോ നമ്മളിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്താനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒക്കെ എടുത്ത് നോക്കുക, മുന്നേ അയച്ച മെസ്സേജുകളൊക്കെ എടുത്ത് നോക്കുക, അവരെന്തെങ്കിലും സ്റ്റോറിയും സ്റ്റാറ്റസും വെച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ തന്നെയാണ് നമ്മൾ അവർക്കൊന്ന് വിളിച്ച് നോക്കും, മെസ്സേജ് അയച്ചു നോക്കും. ഇവിടെയും പ്രശ്നമാണ്. നമ്മളൊരു മെസ്സേജ് അയച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരതിന് റിപ്ലൈ തന്നു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അത് നമുക്കൊരു വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ചേസിങ് മെന്റാലിറ്റി എന്തായാലും കുറച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പവർ എന്ന് പറയുന്നത് നമ്മളിലേക്ക് അവരെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു പവറാണ് ആദ്യം നമ്മൾ കൈവരിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അതായത് മറ്റുള്ളവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിയും. അപ്പോൾ അങ്ങനെ അട്രാക്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് നമ്മളിലുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സണെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അട്രാക്ഷൻ പവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, 1-2 കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലവ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മിക്ക ആളുകൾക്കും വരുന്നൊരു പരാജയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും നമ്മളെക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടാവും. അതായത് ഒട്ടുമിക്ക സമയങ്ങളിലും നമ്മൾ അവരെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അവരെന്ത് ചെയ്യുന്നുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും, ഉറങ്ങിയിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. സോ അത്രയും സമയം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് കുറേയാണ് അവിടെ ചെയ്യുന്നത്. ഇനി ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്നുള്ള ചിന്തയിൽ മാത്രം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുകയും അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റം വരുത്താം. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളൊക്കെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഇത് ശരിക്കും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി എന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കായിരിക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് അഫർമേഷൻസ് തരാം, ഒരു 2-3 അഫർമേഷൻസ് തരാം സെൽഫ് ലവിന് വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്താലും മതി. അപ്പോൾ ഒരു 3 ഞാൻ പറയാം. അതിൽ ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് പ്രയോറിറ്റി നൽകുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷവാനാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങളിത് രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. 2 നേരം പ്രാക്ടീസ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ സെൽഫ് ലവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ്. എഴുതുകയോ പറയുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് ലവിന് വേണ്ടിയിട്ടുള്ള ഈ അഫർമേഷൻ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 3 ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിമ്പിളായിട്ടുള്ള 3 പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളൊന്ന് ചെയ്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് അല്ലെങ്കിൽ ലവ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ നമ്മുടെ പോയിന്റ് അല്ലെങ്കിൽ നമ്മളിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്നുള്ളതാണ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി അറിയിച്ചേ പറ്റും. നന്ദി അറിയിക്കണം എന്നുള്ളത് നമ്മുടെ കടമയാണ്, അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്.
ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുമായി കണക്ട് ചെയ്തിട്ട് തന്നെ പറയാം. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ദീപു എന്നുള്ള പേരാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ പേര് യൂസ് ചെയ്യാം. അപ്പോൾ ദീപു എനിക്ക് മെസ്സേജ് അയച്ചതിന് നന്ദി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ അവരെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ മെസ്സേജ് അയച്ചതിന് നന്ദി എന്നുള്ളത് എഴുതാം. ഇപ്പോൾ വിളിക്കണം എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ ദീപു എന്നെ വിളിച്ചതിന് നന്ദി എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അതായത് അവർ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യം ചെയ്തു കഴിഞ്ഞു. സോ അങ്ങനെ ചെയ്തതിന് നിങ്ങൾ നന്ദി അറിയിക്കുകയാണ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആക്ടിവിറ്റി ചെയ്യാൻ എന്നുള്ളതാണ്. ഇത് വളരെ പ്രാധാന്യമുള്ളതും അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആക്ടിവിറ്റി കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് സെൽഫ് ലവിനുള്ള ഈ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി നിങ്ങളൊന്ന് ചെയ്യുക, അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ആക്ടിവിറ്റിയും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട്, ഇപ്പോൾ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരാളെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പവർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ അവർ തിരിച്ചു വന്ന് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയാനാണ്, ഇപ്പോൾ നിങ്ങൾ വീണ്ടും ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് പിന്നീട് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ടൈമിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ സെൽഫ് ലവിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ആക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇതേപോലെ ഇപ്പം നമ്മുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സണെ തിരികെ കൊണ്ടുവരാൻ, നമ്മുടെ എക്സ് ലവറിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും അതല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ മൈൻഡ് പവർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണം നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ പേഴ്സണൽ ഗൈഡൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മുകളിലത്തെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടീം നിങ്ങളിതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എക്സ് ലവറിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലുള്ള അട്രാക്ഷൻ പവർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അട്രാക്ഷൻ പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു അട്രാക്ഷൻ പവർ കൂട്ടാൻ കഴിയുമെന്ന് മാത്രമല്ല, അതിലൂടെ തന്നെ നിങ്ങൾക്ക് അവരെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് കൂടി കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്